കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ പട്ടികജാതി വർഗ വിഭാഗത്തിലെ കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്താമെന്ന് കെപിസിസി എഐസിസി അറിയിച്ചു. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ വ്യാപക സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം ശക്തമായി പാലിക്കാൻ തീരുമാനിച്ചത്. എല്ലാ ജില്ലകളിലും പുനഃസംഘടന ഈ മാസം പൂർത്തിയാക്കുമെന്ന് കെപിസിസി ഉറപ്പു നൽകി. ബ്ലോക്ക് കമ്മിറ്റികളിലെ 60 ഭാരവാഹികളിൽ ദളിത് വിഭാഗത്തിൽ നിന്നും 5 പേരിൽ കുറയാത്തവർ ഉണ്ടാകുമെന്നാണ് എഐസിസിക്ക് കെപിസിസി നൽകിയിരിക്കുന്ന ഉറപ്പ്. 282 ബ്ലോക്ക് കമ്മിറ്റികളിലായി 5 പേരെ നിയോഗിച്ചാലും 1400-ലധികം പുതിയ നേതാക്കളെ ഉൾപ്പെടുത്താൻ കഴിയും. മലപ്പുറം ജില്ലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിലെ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ വൈകുന്നത് കേന്ദ്ര നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റു ജില്ലകൾ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പൂർത്തിയാകുമ്പോഴും മലപ്പുറം ജില്ല നിശ്ചലാവസ്ഥയിലാണ്. നാളെ ആരംഭിക്കുന്ന ബൽഗാർ സമ്മേളനത്തിനിടയിൽ കേരളത്തിലെ നേതാക്കളുമായി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കൂടിയാലോചന നടത്തും. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായത്തിന് മുതിർന്ന നേതാക്കളുടെ പിന്തുണയില്ലാത്ത സാഹചര്യത്തിൽ ഇളക്കി പ്രതിഷ്ഠ ഡിസിസി അധ്യക്ഷന്മാരിലും കെപിസിസി ഭാരവാഹികളിലുമായിരിക്കും. 10 ജില്ലകളിലെ ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും മുതിർന്ന നേതാക്കളുടെ പിന്തുണയില്ല. തൃശൂരിൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിലും ഇടുക്കി, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയോഗിക്കുന്നതിലും ബൽഗാവ് സമ്മേളനത്തിനിടയിൽ സമവായമാകുമെന്നാണ് പ്രതീക്ഷ. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.